ഹലോ എവരിവൺ, എല്ലാവർക്കും AZB അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ഒരു അനന്തു, ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ ശനിയാഴ്ച എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ കേരള PSC എന്ത് ചെയ്യുന്നു, ഫയർമാൻ എക്സാമിനേഷൻസൊക്കെ നടത്തിയിരുന്നു. ഓക്കെ, അപ്പോൾ എക്സാമിനേഷന് ശേഷം എല്ലാവർക്കും കുറേ സംശയങ്ങൾ ഉണ്ടായിരുന്നു. എൻ്റെ കട്ട് ഓഫ് എന്തായിരുന്നു എന്നൊക്കെ കുറേ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നിങ്ങളുടെ ആ സംശയങ്ങളൊക്കെ എന്ത് ചെയ്യുക, മാറ്റി തരാൻ വേണ്ടി. അപ്പോൾ എന്താണ് എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് എന്തായിരുന്നു, മുൻവർഷ കട്ട് ഓഫ് എന്തായിരുന്നു എന്നൊക്കെ എന്ത് ചെയ്തു, ബേസ് ചെയ്ത് നമ്മൾ എന്താ കട്ട് ഓഫ് എത്ര ഉള്ളിൽ വരും എന്നതിനെക്കുറിച്ച് ഐഡിയ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, വീട്ടിലോട്ട് കടക്കാം. അപ്പോൾ നമ്മുടെ എന്ത് ചെയ്യുന്നു, നമ്മുടെ കേരള PSC നമ്മുടെ എക്സാം നടത്തിയിരുന്നത്. ഓക്കെ, കേരള PSC നടത്തിയിരുന്നത് ഫയർമാൻ ആൻഡ് ഫയർ വുമൺ ട്രെയിനിലേക്ക് എന്തായിരുന്നു നമ്മുടെ റിക്രൂട്ട്മെന്റ് നടന്നിരുന്നു. ഓക്കെ, 2 സ്റ്റേജായിട്ട് എക്സാം നടക്കുന്നത്. അതായത് ഒന്ന് നമ്മുടെ എന്ത് ചെയ്യുക, എഴുത്ത് പരീക്ഷയാണ്. എഴുത്ത് പരീക്ഷയ്ക്ക് പാസ്സായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മളെ ഫിസിക്കലിനും മറ്റും എന്ത് ചെയ്യും, വിളിക്കുന്നത് ആയിരിക്കും. ഓക്കെ, എക്സാം നടന്ന 12/7/2025. ഓക്കെ, 12/7/2025 എന്ത് പറയുന്നത്, എക്സാം നടന്ന ശനിയാഴ്ചയായിരുന്നു പറയുന്നത് നമ്മുടെ എക്സാം നടന്നിരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാൻ പറ്റും എന്താണ്, നമ്മുടെ കേരള PSC എന്നാണ് പറയുന്നത്. എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്ത ആരായിരുന്നു, നമ്മുടെ കേരള PSC ആയിരുന്നു. അതേപോലെ തന്നെ ഏത് ഓർഗനൈസേഷൻ്റെ വേണ്ടി എന്ന് വെച്ചാൽ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ്, നമ്മൾ എന്ത് ചെയ്യും, ഫയർഫോഴ്സ് എന്നൊക്കെ വിളിക്കുന്നത് നമ്മൾ കേരള ഫയർ റെസ്ക്യൂ സർവീസസിലേക്ക് എന്ന് പറയുന്ന നിയമനം നടത്താൻ വേണ്ടിയുള്ള എന്ത് ചെയ്യുന്നു, എക്സാമിനേഷൻസ് ആയിരുന്നു ഈ കഴിയുമെന്ന് പറയുന്നത്. ഓക്കെ, ഏത് പോസ്റ്റാണെന്ന് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറാണ്. ഓക്കെ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറാണ് പറയുന്നത്. നമ്മുടെ എന്താണ് അതിലേക്കാണ് എന്ത് ചെയ്യുന്നത്, നിയമനം വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാമായിരിക്കില്ലേ, നമ്മുടെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ബഹുമാനമുള്ള ഒരു ഇതാണ്, ഒരു ഓർഗനൈസേഷനാണ് നമ്മുടെ എന്താണ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ആരെ കൊണ്ടൊന്നും പറയിപ്പിക്കാത്ത നല്ലൊരു സർവീസാണെന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു കാറ്റഗറി നമ്പർ നോക്കിക്കഴിഞ്ഞാൽ 471/2024 കാറ്റഗറി നമ്പറിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള എക്സാമിനേഷൻസ് നമ്മൾ എന്ത് ചെയ്ത് വന്നിരുന്നത്. ഓക്കെ, അതേപോലെ അപ്പോയിൻമെന്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. സ്കെയിൽ ഓഫ് പേ എന്ന് പറഞ്ഞാൽ എന്താണ്, 27,900 മുതൽ 63,700 വരെയാണ് എന്ന് പറയുന്നതിൻ്റെ ബേസിക് പേ എന്ന് പറയുന്നത്. ഓക്കെ, സ്കെയിൽ ഓഫ് പേ അല്ലെങ്കിൽ പൈസ, നമുക്ക് എത്ര രൂപ സാലറി എന്നൊക്കെ പറയുന്നതാണ് ഈ സ്കെയിൽ ഓഫ് പേ അടിസ്ഥാനപ്പെടുത്തി ഇരിക്കും. ഓക്കെ, അത് പറയുന്നത് എന്താണ്, 27,900 മുതൽ എന്താണ് 63,700 വരെയാണ് എന്ന് പറയുന്നത് ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് വേക്കൻസി നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ്. ഇപ്പോൾ ഇതുവരെ നമുക്ക് അതിനെക്കുറിച്ച് വേക്കൻസിയെ കുറിച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല, വലിയ അറിവുകളൊന്നുമില്ല. ഓക്കെ, എത്ര വേക്കൻസി ഉണ്ടെന്നതിനെ കുറിച്ച് നമുക്ക് അറിവില്ല. ഓക്കെ, അതുകൊണ്ട് നമ്പർ ഓഫ് വേക്കൻസി എന്താണ്, ആൻറ്റിസിപ്പേറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ഓൺലൈനായിട്ടായിരുന്നു നമ്മൾ എന്ത് ചെയ്ത PSC വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്ത് അപേക്ഷിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ എക്സാം ഡേറ്റ് എന്നാൽ 12/2/2025 ആയിരുന്നു. അപ്പോൾ ഒരുപാട് പേര് പോയി എക്സാം എഴുതിയ ഒരു എക്സാമാണ് നമ്മുടെ ഈ പറയുന്നത് എന്താ പറയുന്നത്, നമ്മുടെ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൻ്റെ എക്സാം അല്ലെങ്കിൽ ഫയർഫോഴ്സിൻ്റെ എക്സാം എന്ന് പറയുന്നതൊക്കെ പലർക്കും പല അഭിപ്രായമാണ് എക്സാംസിനെയൊക്കെ കുറിച്ച്. ഓക്കെ, അതിൻ്റെ അഡ്മിറ്റ് കാർഡ് വന്നതാണ് 28/6/2025 എന്ത് വന്നിരുന്നു, നമ്മുടെ അതായത് കഴിഞ്ഞ മാസം ജൂൺ 28 എന്ത് വന്നിരുന്നു, അതിൻ്റെ അഡ്മിറ്റ് കാർഡും മറ്റും എന്ത് ചെയ്ത് റിലീസ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഏത് വെബ്സൈറ്റ് ആയിരുന്നു, കേരള PSC.gov.in വെബ്സൈറ്റിലൂടെ നോക്കി നിങ്ങൾക്ക് എന്ത് കൂടുതൽ വിവരങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ എക്സാമിനേഷൻ്റെ സിലബസിനെ കുറിച്ച് നമ്മൾ എന്ത് റിവൈസ് ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. പാർട്ട് 1 ഉണ്ടായിരുന്നത് ജനറൽ നോളജ് ആയിരുന്നു. ജനറൽ നോളജ് നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഹിസ്റ്ററി 5 മാർക്കിനുണ്ടായിരുന്നു, ജോഗ്രഫി 5 മാർക്കിനുണ്ടായിരുന്നു, എക്കണോമിക്സ് 5 മാർക്കിനുണ്ടായിരുന്നു, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ 8 മാർക്കിന്. അറിയാലോ, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ നമ്മുടെ പോലീസിന് ഫയർഫോഴ്സിനൊക്കെ എന്ത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ത് ചെയ്യും കൂടുതലായിട്ടും ചോദിച്ച് കാണുന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ കേരള ഗവർണൻസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റംസിനെ കുറിച്ച് 3 മാർക്ക് ഉണ്ടായിരുന്നു. അതേപോലെ ബയോളജി ആൻഡ് പബ്ലിക് ഹെൽത്ത് അതുമായി ബന്ധപ്പെട്ട 4 മാർക്കിന് എന്ത് ചെയ്യുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട 3 മാർക്കിന് ചോദ്യം ഉണ്ടായിരുന്നു. കെമിസ്ട്രിയോട് ബന്ധപ്പെട്ട 3 മാർക്കിന് ചോദ്യം ഉണ്ടായിരുന്നു. ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ. ഓക്കെ, ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ നോക്കി മൊത്തം എത്ര ഉണ്ട്, 4 മാർക്കിനുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്തു ഉണ്ടായിരുന്നു. അതിന് മൊത്തത്തിൽ പാർട്ട് 1 സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ എത്ര ഉണ്ട്, 40 മാർക്കിന് അടുപ്പിച്ച് ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനകത്ത് മാത്രം എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. പാർട്ട് 2 നോക്കിക്കഴിഞ്ഞാൽ കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ഈ സിലബസ് നമ്മൾ എന്ത് ചെയ്തു ഡിവൈഡ് ചെയ്ത് ഓരോ പാർട്ടുകളാക്കി വെച്ചേക്കാണ്. ഓക്കെ, അപ്പോൾ പാർട്ട് 2 മുതൽ കറണ്ട് അഫയേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ 10 മാർക്കിന് അടുപ്പിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ കറണ്ട് അഫയേഴ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, 10 മാർക്കിന് അടുപ്പിച്ച് എന്ത് കറണ്ട് അഫയേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ പാർട്ട് 3 നോക്കിയാൽ അരിത്തമെറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റി ആൻഡ് ഒബ്സർവേഷൻ സ്കിൽ ടെസ്റ്റ് ആണ്. ഓക്കെ, അരിത്തമെറ്റിക്കും മെന്റൽ എബിലിറ്റി ഒബ്സർവേഷൻ, അരിത്തമെറ്റിക്കും മെന്റൽ എബിലിറ്റിക്കകത്ത് മറ്റേ എന്ത് നമ്മുടെ കണക്കുകളൊക്കെ മറ്റും വരുന്നത്. ഓക്കെ, അപ്പോൾ അരിത്തമെറ്റിക് മെന്റൽ എബിലിറ്റി ആൻഡ് ഒബ്സർവേഷൻ സ്കിൽസ് ടെസ്റ്റിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അവിടെ നിന്ന് വരുന്നുണ്ട് 10 മാർക്കിൻ്റെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ പാർട്ട് 4 നോക്കിക്കഴിഞ്ഞാൽ പറ്റും ജനറൽ ഇംഗ്ലീഷ്, അതായത് നമ്മുടെ ഇംഗ്ലീഷ് നമ്മുടെ ഗ്രാമർ, സിനോണിമ, ആൻറ്റോണിയം, അതേപോലെ തന്നെ എന്താ ആർട്ടിക്കിൾ മറ്റും ചേർക്കുന്നതൊക്കെ ഉണ്ടല്ലോ. ജനറൽ ഇംഗ്ലീഷിനകത്ത് വരുന്നതാണ് 10 മാർക്കിന് അടുപ്പിച്ച് ചോദ്യങ്ങൾ അതിനകത്ത് നിന്ന് എന്ത് വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ പാർട്ട് 5 എന്ന് പറയുന്ന റീജിയണൽ ലാംഗ്വേജസ്, മലയാള ഭാഷയോട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അല്ലേ. എന്താണ് സ്ത്രീലിംഗവും
പുല്ലിംഗും മറ്റൊക്കെ നോക്കിയിട്ടുള്ള എന്താണ് എക്സാമിനേഷൻസ് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളും മറ്റും ഉണ്ടായിട്ടുണ്ട്. റീജിയൽ ലാംഗ്വേജസ് നമ്മുടെ മലയാളം, അപ്പോൾ മലയാളമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്ത് ചോദ്യങ്ങൾ 10 മാർക്ക് അടുപ്പിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതായത് പാർട്ട് ഓഫ് 6 സ്പെഷ്യൽ ടോപ്പിക്കുകളായിരുന്നു. ഓക്കെ, സ്പെഷ്യൽ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, 20 മാർക്കിന് അടുപ്പിച്ച് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിലബസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയില്ല, 6 പാർട്ടുകളായിട്ട് ഏകദേശം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ആദ്യത്തെ പാട്ട് 40, അടുത്ത പാട്ട് 10, അടുത്ത പാട്ട് 10, അടുത്ത പാട്ട് 10, അടുത്ത പാട്ട് 10, അടുത്ത പാട്ട് അങ്ങനെ 20, 40, 50, 60, 70, 80, 100 മാർക്ക് അടുപ്പിച്ച് എന്തുകൊണ്ട് ചോദ്യം അടുപ്പിച്ച് 100 മാർക്കിനുള്ള എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അടുപ്പിച്ചാണ് എന്ത് എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്തിരുന്നത്. ഓക്കെ, അതിൽ ഫയർമാൻ ആൻഡ് ഫയർവുമൻ കേരള PSC എക്സാം കട്ട് ഓഫ് ലാസ്റ്റ് ഇയറിലൊക്കെ മറ്റും മുൻ വർഷങ്ങളിലേക്ക് എന്ത് ചെയ്യും, നമുക്ക് ഇതിൻ്റെ കട്ട് ഓഫുകൾ മറ്റും എന്ത് ചെയ്യാമെന്ന് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം കട്ട് ഓഫ് റേഞ്ച് ജനറൽ കാറ്റഗറിക്ക് 58.336 അതിൻ്റെ കട്ട് ഓഫ് വന്നിരുന്നു. ഓക്കെ, ജനറൽ കാറ്റഗറി എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിക്ക് എന്ത് ചെയ്യുന്നു 58.33 ആണ് എന്താണ് എന്താണ് കട്ട് ഓഫ് ആയിട്ട് വന്നിരുന്നത്. അതേപോലെ സെയിം തന്നെയാണ് OBCക്കകത്ത് ഏകദേശം അത്ര തന്നെയായിരുന്നു എന്ന് പറയുന്നത്. 58.3 അടുപ്പിച്ചായിരുന്നു എന്ത് ചെയ്യും OBCക്ക് എന്ത് ചെയ്താണ് എന്താണ് ഏകദേശം ഒരേപോലെ കട്ട് ഓഫ് ആണ് വന്നിരുന്നത്. ഓക്കെ, അതേപോലെ SC/ST കാറ്റഗറിക്ക് ആയിരുന്നെങ്കിൽ എത്തിയാണ് 53.33 കട്ട് ഓഫ് ആയിരുന്നു എന്ന് പറയുന്നത്. നമ്മുടെ SC/ST കാറ്റഗറിക്ക് എന്ത് വന്നിരുന്നതാണ് 53.33 എന്ന് പറയുന്ന എന്താണ് റേഞ്ചിലായിരുന്നു നമ്മുടെ എന്തെന്ന് പറയുന്നത് ഈ കട്ട് ഓഫുകളൊക്കെ വന്നിരുന്നു. ഓക്കെ, ഇനി എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് എന്ന് പറയുന്നത് അതായത് ഏകദേശം അപ്പോൾ മുൻ വർഷങ്ങളെ കട്ട് ഓഫ് അതേപോലെ തന്നെ ചോദ്യ പേപ്പറിൻ്റെ ടഫ്നെസ്സും മറ്റുള്ളതൊക്കെ നമ്മൾ എന്ത് കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു എക്സ്പെക്റ്റഡ് കട്ട് ഓഫിലേക്ക് എത്തിയാണെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് ഒരു 52 മുതൽ 62 മാർക്ക് അടുപ്പിച്ചൊക്കെ അത്യാവശ്യം നിങ്ങൾക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് അത് കിട്ടുമെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈ 52 62 നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത്യാവശ്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാം കയറി പോകാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നോക്കുക, നിങ്ങൾക്ക് 52 62 അടുപ്പിച്ചൊക്കെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് അത് കിട്ടുമെന്ന് ഉറപ്പാണെങ്കിൽ എന്ത് ഓർക്കുക, നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, 52 62 നാളത്തിന് ഇടയിലായിരിക്കും എന്ത് ചെയ്യുന്നത് പറയുന്നത് ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത്, ഇതിനിടയിലായിരിക്കും എന്ത് ചെയ്യും എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് എന്ന് പറയുന്നത് 52 മുതൽ 62 വരെ ആയിരിക്കും എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വേറെ കാര്യം പറയുന്നപ്പോൾ ഈ എക്സാമിനൊക്കെ നിങ്ങൾക്ക് എഴുതാൻ എന്താണ് വലിയ ബുദ്ധിമുട്ടായിരുന്നു, നിങ്ങൾക്ക് പഠിച്ചിട്ട് കിട്ടിയില്ല എന്നുള്ള ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിഷമിക്കുന്ന വേണ്ട, നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഇനിയും ട്രൈ ചെയ്യുക. ഓക്കെ, ഇനിയും ട്രൈ ചെയ്യുക, നിങ്ങളുടെ മുന്നിൽ എന്ത് അവസരങ്ങൾ ഇനിയും ഉണ്ട്. ഓക്കെ, നിങ്ങൾ എന്ത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു എക്സാമിൽ നമ്മൾ എന്ത് അടുത്ത എക്സാമിൽ എന്ത് എഴുതിയെടുക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പറയുക നമ്മുടെ എന്താണ് നമ്മുടെ AZB അക്കാഡമി നമ്മുടെ മിഷൻ LDC 2023 ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പം നിങ്ങളെന്ത് തയ്യാറായിട്ടിരിക്കുക. ഓക്കെ, നമ്മളെന്ത് ഇതല്ല നമ്മളെന്ത് എഴുതി എടുക്കുന്നതാണ്. ഓക്കെ, ഇനി പ്രത്യേകം നോക്കി കഴിഞ്ഞാൽ വാലിഡിറ്റി നമ്മൾ എക്സാം ടൈം വരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വാലിഡിറ്റി നടക്കുന്ന ഒരു വലിയ ബാച്ചാണ് നമ്മുടെ മിഷൻ LDC 2023 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രത്യേകം പറഞ്ഞു കഴിഞ്ഞാൽ ജോലി കിട്ടിയിട്ട് മാത്രം പകുതി ഫീസുകൾ നൽകിയാൽ മതി. നമ്മൾ ആദ്യം പകുതി ഫീസുകൾ നിങ്ങൾ എന്ത് ചെയ്യുക ബാച്ചിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക ജോലി കിട്ടിയതിന് ശേഷം മാത്രം മതി എന്ത് ചെയ്യുന്ന പറയുന്നത് പകുതി ഫീസ്, ബാക്കി നിങ്ങൾ എന്ത് ചെയ്താൽ കിട്ടിയാൽ മതി. ഓക്കെ, നമ്മുടെ ഫെസിലിറ്റീസ് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഡെയിലി സ്റ്റഡി പ്ലാൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ലൈവ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ലൈവ് കിട്ടാത്തവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നുണ്ട് റെക്കോർഡ് ക്ലാസ്സുകൾ നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഡെയിലി മോക്ക് ടെസ്റ്റുകളുണ്ട്. ഓക്കെ, എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യുന്നതാണ് പഠിച്ചതിനെ ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു മോക്ക് ടെസ്റ്റുകൾ എന്ത് ചെയ്യും പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും നിങ്ങളെ എന്ത് ചെയ്യും ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ എത്രത്തോളം പ്രിപ്പയർ ആയിട്ടുണ്ട്, നിങ്ങൾ ആ സബ്ജക്റ്റ് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായിട്ടുണ്ടെന്ന് എന്ത് ചെയ്യാം മോക്ക് ടെസ്റ്റിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അതേപോലെ സ്പെഷ്യൽ കറണ്ട് അഫയർ സെക്ഷൻസ് ഒക്കെ ഉണ്ട്, അതേപോലെ തന്നെ എന്ത് സ്പെഷ്യൽ റിവിഷൻ സെക്ഷൻസ് ഉണ്ട്, അതേപോലെ തന്നെ എന്ത് ചെയ്യാം മാരത്തോൺ സെക്ഷൻസ് ഉണ്ട്, അതേപോലെ എന്ത് ചെയ്യാം മോട്ടിവേഷൻ സെക്ഷൻസ് ഉണ്ട്. ഓക്കെ, അതായത് മോട്ടിവേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും മോട്ടിവേഷൻ കുറവുണ്ട്, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ലൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ കൂടെ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യും ഈ ജോലി നേടിയെടുക്കാൻ സഹായിക്കുന്നത് ആണ്. ഓക്കെ, അതേപോലെ തന്നെ കമ്പൈൻ സ്റ്റഡി പ്രോഗ്രാംസ് നമ്മൾ എന്ത് ചെയ്യുന്നതാണ് ഓഫർ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഓർത്ത് വെക്കുക വാലിഡിറ്റി എക്സാം വരെയാണ് ഉള്ളത്. ഓക്കെ, അതേപോലെ ജോലി കിട്ടിയിട്ട് മാത്രം എന്ത് ചെയ്യുക നിങ്ങൾ പകുതി ഫീസ് അടച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ മറ്റും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഈ കാണപ്പെടുന്ന നമ്പർ ഉണ്ടല്ലോ ഇതിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നത് ആണ്. ഓക്കെ, ഇത്രയും നേരം ഞങ്ങൾ കേട്ടിരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഓക്കെ, അപ്പോൾ ഈ കഴിഞ്ഞോട്ട് നമ്മുടെ ഫയർമാൻ്റെ എക്സാമിനേഷൻസോടെ കട്ട് ഓഫിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, ഇത്ര ഞങ്ങൾ കേട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.